തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാചകങ്ങളാണ്. യോഹന്നാൻ സ്നാപകന്റെ ദാരുണമായ വധത്തിനു ശേഷം ദുഃഖകരമായ ആ വാർത്ത ശ്രവിച്ച കർത്താവ് അവിടം വിട്ട് നിർജ്ജന പ്രദേശത്തേക്ക് മാറുമ്പോൾ ബഹുപുരുഷാരം അവിടെ എത്തി വചനം കേൾക്കുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നു. അവരുടെ വിശപ്പ് കണ്ടിട്ട് അല്പം അപ്പത്തെ വർദ്ധിപ്പിച്ച് ആയിരങ്ങളെ വിരുന്നൂട്ടിയ വിശേഷ സംഭവമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന കൽപ്പനയ്ക്ക് മുമ്പിൽ ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മീനുമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ശിഷ്യർ മറുപടി പറയുന്നു. വിശപ്പേറുന്ന നിസ്സഹായതയുടെ മുമ്പിൽ അവർ എത്ര തവണ അപ്പം എണ്ണി നോക്കിയിട്ടുണ്ടാകും. കണക്ക് നോക്കി കൃത്യമായി കൊടുത്തതാണ്. എന്നാൽ ആയിരങ്ങൾ ഭക്ഷിച്ച ശേഷം ശേഷിപ്പിച്ചത് എത്ര എന്ന് കൃത്യമായി പറയാനാകുന്നുമില്ല. 12 കുട്ട നിറച്ച കണക്ക് മാത്രമേ പറയുന്നുള്ളൂ. എന്താണ് ഇതിന്റെ അർത്ഥം? മനുഷ്യർ കൊടുക്കുന്നതിനെല്ലാം കണക്കുണ്ട്. മനുഷ്യന് ഏത് ബന്ധങ്ങളിലും ഈ ജോമെട്രിക്ക് അകത്തു നിന്ന് മാത്രമേ ഇടപെടാനാവുകയുള്ളൂ. അവിടെ ലാഭനഷ്ടങ്ങളുടെ കുത്തിക്കെട്ടലുകൾ ധാരാളമുണ്ട്. എന്നാൽ ദൈവം ഈ ജോമെട്രിക്ക് പുറത്താണ്. മനുഷ്യർ കണക്ക് വെച്ച് പെരുമാറും, കണക്ക് പറയും. അവിടുത്തെ കരുണ എത്രയോ വിശാലമാണ്. വക്കോളവും നിറയപ്പെടുന്ന കൽഭരണികളായി ദൈവം നമ്മെ തീർത്തിരിക്കുന്നു. ഒന്നും യോഗ്യതയുണ്ടായിട്ടല്ലല്ലോ. ആവർത്തന പുസ്തകം 9:6 ഇടയ്ക്കിടെ ഒന്ന് വായിച്ചാൽ നമ്മുടെ സകല അഹംഭാവവും ഉടഞ്ഞു വീഴും. അതിങ്ങനെയാണ്: നിന്റെ ദൈവമായ യഹോവ നിനക്ക് ആ നല്ല ദേശം അവകാശമായി തരുന്നത് നിന്റെ നീതി നിമിത്തമല്ലെന്ന് അറിഞ്ഞുകൊള്ളുക. നീ ദുശാഠ്യമുള്ള ജനമല്ലോ. ഇവിടെ ശിഷ്യന്മാർ സന്ദേഹികളാണ്. അല്പം അപ്പം കൊണ്ട് എന്ത് ചെയ്യാനാകും? ദൈവ പദ്ധതികളുടെ മുമ്പിൽ സന്ദേഹികളാവുന്ന മനുഷ്യരെ വേദപുസ്തക ചരിത്രത്തിലും വർത്തമാന കാലത്തിലും കാണാം. അവരോടുള്ള ദൈവത്തിന്റെ മറുചോദ്യങ്ങൾ മാത്രം പെറുക്കിയെടുത്ത് ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഉദാഹരണമായി, ദൈവാലോചനയുടെ മുമ്പിൽ സന്ദേഹിയാകുന്ന മോശയോട് ദൈവം ചോദിക്കുന്നത് ഇങ്ങനെയാണ്. പുറപ്പാട് 4:11. എനിക്ക് പിശക് പറ്റുമോ? മനുഷ്യന് വായ് കൊടുത്തത് ആര്? ഊമനെയും ചെകിടനെയും ഉണ്ടാക്കിയത് ആര്? യഹോവയായ ഞാനല്ലയോ? ഏത് വിശപ്പിന്റെയും നിസ്സഹായതയുടെയും മുൻപിൽ ബലപ്പെടുവാൻ ഈ മറുചോദ്യങ്ങൾ മതിയാകുമല്ലോ. എത്രമാത്രം അവിടെ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് കുരിശിലേക്ക് നോക്കി ഒന്ന് ചോദിച്ചു നോക്കൂ. കൈകൾ വിരിച്ച് ഒരാൾ അവിടെ കിടന്ന് ഇങ്ങനെ പറയും, ഇത്രമാത്രം. ഇതിലും കൂടുതൽ എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈകൾ വിരിക്കുക? പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ കൊടുക്കുന്നതിന് കണക്കുണ്ട്, ദൈവം ശേഷിപ്പിക്കുന്നതിന് കണക്കില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കട്ടെ. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.